ിലെ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പുതിയ വാർത്ത, നിരന്തരമായി ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തയുടെ ഒരു പുതിയ വെർഷനാണ് PV അൻവർ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അതിൽ സത്യം പറഞ്ഞാൽ PV അൻവർ പത്രക്കാരോട് പറഞ്ഞു തുടങ്ങുന്ന ഒരു വാചകമുണ്ട്. ഞാനാണ് പറയുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് തുടങ്ങുന്നത് തന്നെയാണ്. ഞാനും പറയുന്നത് അത് നമ്മൾ മുഖവിലേക്ക് എടുക്കണം എന്നാണ്. അൻവർ പറയുന്നതിനെ തുടങ്ങി വന്നപ്പോൾ അൻവറല്ലേ പറയുന്നത് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ പിന്നീട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെ നിസ്സാരമാക്കി തള്ളിക്കളയാവുന്ന ഒന്നല്ല. അദ്ദേഹം ഒരു MLA എന്ന നിലക്ക് കൂടി പരിശോധിച്ചാൽ ഇപ്പോൾ വയനാട്ടിലെ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞ് നമുക്കൊക്കെ അറിയാം. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച മീഡിയ പ്രവർത്തകന്മാർ മുഴുവൻ തമ്പടിച്ചിരുന്നത് കുറേ ദിവസങ്ങളായി വയനാട്ടിലാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ വയനാട്ടിലെ ദുരന്തം അത്രമേൽ ഒരുപക്ഷെ ഇന്ത്യയെ ഞെട്ടിച്ച ദുരന്തമാണ്. ആ ദുരന്തത്തിൻ്റെ ചുമതല പോലും മുഖ്യമന്ത്രി കൊടുത്തത് ഈ പറയുന്ന അജിത് കുമാറിനായിരുന്നു. വയനാട്ടിലെ ദുരന്തത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വലിയ സംശയം നമ്മൾ പ്രകടിപ്പിക്കാൻ കാരണമായത് അത്തരം ചില മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളും ഇതുവരെയുള്ള മാനേജ്മെൻറ്റുകളിലൊക്കെ ഉണ്ടായ സംശയത്തിൻ്റെ ഭാഗമാണ്. ഈ അജിത് കുമാറിനെതിരെയാണ് അൻവറിൻ്റെ ഒരു പരാതി. രണ്ടാമത്തത് P ശശിക്കെതിരെയാണ്. ഇത് രണ്ടും സത്യം പറഞ്ഞാൽ അൻവർ പറഞ്ഞിരിക്കുന്നത് P ശശിക്കോ അതല്ലെങ്കിൽ ഈ അജിത്തിനെതിരെ മാത്രമല്ല. കാരണം P ശശിക്കും അജിത്തിനും എത്ര വരെ ആകും എന്നെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പിറകിൽ ഞാൻ നിയമസഭാ അംഗമായിരുന്ന സമയത്ത് പറഞ്ഞ ഒരു ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ ഒരുപാട് കാലം വേട്ടയാടപ്പെട്ടത്. ആ വാചകത്തിനകത്ത് ഞാൻ പറഞ്ഞ ഇതാണ്: മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയരുത്, മുഖ്യമന്ത്രിയാണ് പ്രതി എന്നാണ്. ഇവിടെയും പറയാനുള്ളത് അതാണ്. അജിത് കുമാർ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി എന്നൊന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്ന കാര്യമുള്ളത്. ഇതിൽ ഒരു പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയത് മുതൽ കേരളത്തിൽ കക്കാനും മുക്കാനും കൊള്ളയടിക്കാനും എതിരാളികളെ ഇല്ലാതെയാക്കാനും ഒക്കെ രൂപീകരിച്ചിട്ടുള്ള ഒരു വലിയ മാഫിയ സംഘമുണ്ട്. ആ മാഫിയ സംഘത്തിലെ അംഗവും തലവനുമാണ് ഈ പറയുന്ന അജിത് കുമാർ. അതുപോലെ തന്നെ ശശി എന്ന് പറയുന്നത്. ശശി എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്? ശശി ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങിയതല്ല. അൻവർ അത് പറയണില്ല. ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നതല്ല. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് CKB പത്മനാഭനെ പോലത്തെ ഒരു തലമുതിർന്ന നേതാവിൻ്റെ ബന്ധുവിനെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ പാർട്ടി മാറ്റി നിർത്തിയ ശശിയെ അദ്ദേഹത്തെ ശുദ്ധീകരിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി തൻ്റെ ഓഫീസിൽ, ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൽ 29 വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു. അൻവർ ചില തമാശ രൂപത്തിൽ പറഞ്ഞത് 4 പീഡി നടത്താൻ നമുക്ക് പറ്റണില്ല എന്നാണ്. 29 വകുപ്പ്. ആ 29 വകുപ്പിലും കൈയിടുന്നവനായി ശശിയെ മാറ്റിയതാരാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ മാഫിയ പ്രവർത്തനങ്ങളും, അത് സ്വർണ്ണക്കടത്തായിരുന്നാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ഇതിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസിൻ്റെ ഒരു ഭീകരമായ നെക്സസ് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പലതരത്തിലാണ്. അതിൽ